Welcome to Leave for Traveling. ഹാപ്പി ന്യൂ ഇയർ. സോ 2026ന്റെ ഫസ്റ്റ് വ്ലോഗ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം ബാക്ക് ടു ലീവ് ഫോർ ട്രാവലിംഗ്. അങ്ങനെ ഞങ്ങൾ സൂഗി റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുവാണ്. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്, സ്റ്റേക്കേഷൻ എങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോംപ്ലിമെൻ്ററി വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ഷുഗർ കെയിൻ ആണ്. അപ്പം അമ്മയും ഹസ്ബൻഡും കൂടെ സെലക്ട് ചെയ്യണം ഏത് ഫ്ലേവർ വേണം. ഇവർ കുറച്ച് ചോയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കണം. അപ്പോൾ അതാ നമ്മുടെ കിഡ്സ് കുട്ടൻ ചാടി ചാടി നോക്കുക, ഞാൻ എന്താ കുടിക്കുന്നത്, എന്തൊക്കെയാണ് അതൊക്കെ അവനും വേണം. അങ്ങനെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷുഗർ കെയിൻ ജ്യൂസ് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ഡക്സിനെ ഉണ്ട്. ഡക്സിനെ കണ്ടു കഴിഞ്ഞാൽ ഗിഡ്സൂന് അലർജിയാണ്. അവൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടും. പിന്നെ ഗിഡ്സുവിന് റിസോർട്ട് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം അമ്മയും കൂടെ ഉണ്ട് അവനെ കെയർ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പണി കുറവാണ്. അപ്പം അമ്മയും ഗിഡ്സും എല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു പാക്കേജാണ് എടുത്തത്, 1 day സ്റ്റേക്കേഷൻ. അതിനകത്ത് ലഞ്ച്, ഡിന്നറ്, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൂടുതൽ സൂഗി റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ കുറച്ച് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പ്രോപ്പർട്ടിയൊക്കെ ഇങ്ങനെ നടക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ലഞ്ചിൻ്റെ ടൈമായി. അമ്മയ്ക്ക് കറക്റ്റ് ലഞ്ച് കഴിക്കണം. ഡയബറ്റീസ് ആയതുകൊണ്ട് ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയായിട്ട് അമ്മയ്ക്ക് 1 മണി എന്ന് പറഞ്ഞാൽ ലഞ്ച് വേണം. അപ്പോൾ ഞാൻ ലഞ്ച് റെഡിയായോ എന്നുള്ളതൊന്ന് നോക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും അതെ ഇവിടെ എല്ലാം ബൊഫയാണ്. ഫസ്റ്റ് എൻ്റെ അമ്മ സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. കുറേ നോൺ വെജ് ഡിഷസും വെജും കുറേ ഓപ്ഷൻസ് ഇവരിവിടെ തരുന്നുണ്ട് നമുക്ക്. ഞങ്ങളാണ് ലഞ്ച് കഴിച്ച് തളർന്നത്. പക്ഷെ തളർന്നത് പോലെ കയറി ടേബിളിൽ ഇരിക്കുന്ന വ്യക്തിയെ കണ്ടോ, അവനാണ് കൂടുതൽ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ഒരു വക കഴിച്ചിട്ടുമില്ല. ഇതാ കണ്ട. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണ്ട, ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ ഇവിടെ കുറേ ടെൻറ്റ് സ്റ്റേ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ടിവിറ്റീസിലോട്ട് കയറുവാണ്. എന്താവും ഭഗവാനെ എന്നറിയില്ല എന്ന് പറഞ്ഞ് കയറുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം കാണാം തറയിൽ വീണടിച്ച് കിടക്കും. എന്നെ ആ ബലൂണിലൊക്കെ വലിച്ചു കയറ്റി ഒരു പരുവാക്കിയിട്ട് അടുത്ത ഗെയിമിന് തനിയെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനില്ല. കെട്ടിയവൻ ഇങ്ങനെ ഗ്യാപ്പ് കൊടുക്കാതെ ഒരു പണി കിട്ടുന്ന ഒരു സംഭവം എൻ്റെ വീട്ടിലുണ്ടാക്കി വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഗൈസ്.
ഇവിടെ പിന്നെ കിഡ്സിനും ഒരു വാട്ടറിൽ ഒരു ബോട്ടിംഗ് പോലത്തെ പരിപാടി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിഡ്സിനും ഒരുപാട് എൻജോയ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ചെറിയ മിനി പാർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കിഡ് ഇവിടെ ഉണ്ട്. അവനെ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാമിലി ഔട്ടിംഗ് ആണ്. ഇതൊക്കെ കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ആണ്. ഇതാണ് മോനെ അഡ്വഞ്ചേഴ്സ്. ഇതിൽ കയറാൻ വേണം ഒരു ധൈര്യം. പിന്നെ ഇതിനകത്ത് കയറി ഞങ്ങൾ ഉരുണ്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് തലയും കാലുമൊക്കെ മേളിലെത്തും തോന്നുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം. രക്ഷിക്കടേ. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിരുന്നു ആർച്ചറി. ബാഹുബലി അമ്പെയ്യും പോലെ അമ്പെയ്ത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോയിരിക്കുന്ന ആളാണ്. എവിടെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചാ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കളത്തിലേക്ക് ഇറങ്ങും. എൻ്റെ അടുത്താണ് അടുത്ത കളി. പിന്നെ ഇവിടെ ഡെയിലി റെയിൻ ഡാൻസ് ഉണ്ട്. പക്ഷെ ഒരു 1 hour ഉണ്ടാവത്തുള്ളൂ. ഒരു 3:30 to 4:30 ആണ് അതിൻ്റെ ടൈമിങ്സ്. എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെയിൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വരുമ്പോഴത്തേക്കും ഇവരിവിടെ ടീയും സ്നാക്സും ഒക്കെ ഇങ്ങനെ റെഡിയാക്കും. അതൊന്ന് കറക്റ്റ് ടൈമിംഗ് ആണ്. ഒരു 4:30 ആകുമ്പോൾ റെയിൻ ഡാൻസ് കഴിയും. അത് കഴിഞ്ഞ് ഉടനെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അവർ ടീയും അടിപൊളി സ്നാക്സും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളും ആ ഒരു ടൈം നോക്കിയിട്ട് ഇവിടെ ടീ ആൻഡ് സ്നാക്സിന് വന്നിരിക്കുകയാണ്. ഗിഡ്സുവിൻ്റെ ഈ കിടപ്പ് കണ്ടു. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്നുള്ള സംഭവമാണ് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെത്തേഡ്. അപ്പോൾ റൂമിൽ ഇങ്ങനെ കിടക്കുവാണ് അവൻ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലോ. ഗിഡ്സുവിനും പിന്നെ അകത്ത് കിടക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. അതാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ ഇവിടെ കുറേ ഡക്സിനെ കണ്ടിട്ട് അവൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഏതിനെങ്കിലും എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റൂ. ദേ കണ്ടോ, അതാണ് അവൻ അവിടെ നിന്ന് നോക്കുന്നത്. അവൻ്റെ പണി അതാണ്. അവൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നൈറ്റായി. അപ്പോൾ ഡിന്നർ ടൈമായി. അപ്പോൾ ഡിന്നറിന് എന്തൊക്കെയാണ് ഡിഷസ്? അതെ, ഡിന്നറും അടിപൊളിയാണ്. എല്ലാ വെറൈറ്റി ഉണ്ട്, നോൺ വെജിനായാലും വെജിനായാലും. ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. അപ്പോൾ നേരെ ക്യാരംസ്, ചെസ്സൊക്കെ. അപ്പോൾ നേരെ ചെസ്സ് കളിക്കാനായിട്ട് എൻ്റെ അമ്മയും കെട്ടിയവനും കൂടെ കയറിയിട്ടുണ്ട്. പാവം എൻ്റെ കെട്ടിയവൻ അറിഞ്ഞില്ല പുലിക്കുട്ടിയുടെ അടുത്താണ് ചെസ്സ് കളിക്കാൻ കയറിയതുള്ള. എന്നാലും വിട്ടുകൊടുക്കില്ല ഗൈസ് എന്ന് പറഞ്ഞാണ് പുള്ളി നിൽക്കുന്നത്.
പിന്നെ നൈറ്റ് ഒരു 9 o'clock ആകുമ്പോൾ അവർ ക്യാമ്പ് ഫയർ ഇടും. അത് വളരെ നല്ലതാണ്, കാരണം ഇവിടെ ഒരു വിൻ്റർ സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാമ്പ് ഫയർ വളരെ ഹെൽപ്ഫുള്ളാണ് രാത്രി ആകുമ്പോഴത്തേക്കും. പിന്നെ എല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാവരും കൂടി അവിടെ വന്നിരിക്കുക, ചിലവരൊക്കെ ഡാൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഗിഡ്സു ഇരിക്കുന്നുണ്ട് അവിടെ, കണ്ടോ? അവനും ഇതെന്താ സംഭവം നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്നത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് നേരത്തെ കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവിടെയൊക്കെ ജസ്റ്റ് ലൈറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കാം, കിഡ്സുവിനെയും കൊണ്ടൊന്ന് രാത്രി നടക്കുവാണ് ഞങ്ങൾ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഡേ കഴിഞ്ഞു. നൈറ്റ് നമ്മൾ ഉറങ്ങാനായിട്ടുള്ള പരിപാടീസിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഫ്രം സുഖി റിസോർട്ട്. അങ്ങനെ മോർണിംഗ് ഞാൻ എണീറ്റപ്പം നല്ല സുന്ദരമായ കാഴ്ചയാണ് ഗൈസ്. ഈ ഡക്കെല്ലാം ഇവിടെ വന്ന് നമ്മുടെ കോട്ടേജിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഗിഡ്സു ആണ്. അവൻ ഇതിനെ രാവിലെ തന്നെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകെ ഇട്ട് ഓടിച്ച് ഇവനെ ഒരു പരുവാക്കുകയാണ്. രാവിലെ തന്നെ ഒരു വലിയ ആക്സിഡൻ്റ് ആണ് നടന്നത് ഗൈസ്. ഒന്നിന് അവൻ ഏകദേശം പിടിച്ചു, പക്ഷെ ഞങ്ങൾ ഇവരെ പിടിച്ച് പുറകെയാക്കി, അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. കാരണം രാവിലെ ഇന്നലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പൂള്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ 2 പൂളുണ്ട്. ഒന്ന് കുറച്ച് ഡെപ്താണ്, പിന്നെ എൻ്റെ കെട്ടിയന് ഇപ്പോൾ അത്യാവശ്യമൊക്കെ സ്വിമ്മിങ് അറിയാമെന്നുള്ളത് കൊണ്ട് പുള്ളി വലിയ പൂളിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാനും അമ്മയും കൂടി വേറൊരു പൂളിലേക്കാണ് ഇറങ്ങുന്നത്, കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് ഡെപ്ത് പേടിയാണ്. അപ്പോൾ പുള്ളിക്ക് സ്വിമ്മിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പൂളും കൂടി ഉണ്ട്. ഇതാണ് പുള്ളി സ്വിമ്മിങ് ചെയ്യാൻ പോകുന്ന പൂള്. കുറച്ച് ലെങ്ത്തുമാണ്, കുറച്ച് ഡെപ്തും ഉണ്ട്. അപ്പം ഞാൻ റിസ്ക് എടുക്കാനില്ല. വെള്ളം കുടിച്ച് എനിക്ക് പിന്നെ അവസാനം സ്വിമ്മിങ്ങും അറിയാണ്, പിന്നെ നാട്ടുകാർ വന്ന് രക്ഷപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ ഗിഡ്സുവിനെ ഇവിടെ ടൈ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാമല്ലോ പൂളിൽ ഒരേ ടൈം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇത് ചെയ്തു. അമ്മ കണ്ട എൻജോയ് ചെയ്യുന്ന കുട്ടികളെക്കാളും കഷ്ടമാണ്, പാവം. ആയിട്ടുള്ള ഒരു സ്റ്റേക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങളിന്ന് സുഖി റിസോർട്ട് ചെക്കൗട്ട് ചെയ്യുകയാണ്. വളരെ നല്ല ആക്ടിവിറ്റീസ് ആയിരുന്നു ഇന്നലെ. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. പിന്നെ ന്യൂ ഇയർ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയെല്ലാം വളരെ ഡെക്കറേറ്റീവ് ആയിരുന്നു. റിസോർട്ട് ഫുള്ളും വളരെ ഈ കൈറ്റ്സ് പോലത്തതും പിന്നെ കുറേ ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു സ്റ്റേ ടൈമിംഗ് പറയുന്നത്. അതൊരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ടാണെന്ന് തോന്നുന്നു അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ക്രൗഡും ഉണ്ടായിരുന്നു ഒരു ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള പരിപാടിയാണ്. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ബൊഫേ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ രാവിലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് നടക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ സ്വിമ്മിംഗ് പൂൾ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങാം. ചെക്കൗട്ട് ഒരു 11 മണിയാണ്. അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഇത് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഇവിടെ ഒരു ലൈവ് കൗണ്ടറും ഉണ്ട്. അത് അവർ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള കൗണ്ടറാണ്. ദോശ മാത്രമേ ഉള്ളൂ ഇവിടെ ലൈവ് കൗണ്ടറിൽ. അപ്പോൾ എന്തൊക്കെ ദോശ, മസാല ദോശ, നോർമൽ ദോശ, അങ്ങനെ ദോശ എല്ലാ വെറൈറ്റീസും ഇവിടെ കിട്ടും. അങ്ങനെ അമ്മയും കിഡ്സും റെഡിയായി നിൽക്കുകയാണ് പോകാനായിട്ട് ഫസ്റ്റ് തന്നെ. അപ്പോഴാണ് എൻ്റെ കെട്ടിയവൻ ഓർത്തത്, അയ്യോ ഒരു അഡ്വഞ്ചർ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഇതാ പോകുന്നുണ്ട്. ചെക്കൗട്ടിന് ടൈം ആയെന്നുള്ള ഒരു ചിന്തയും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആ അഡ്വഞ്ചർ തീർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറേ ആക്ടിവിറ്റീസ് കഴിഞ്ഞു, പക്ഷെ റോപ്പ് പരിപാടി നടന്നില്ല. അപ്പോൾ അതങ്ങനെ പുള്ളി ഇതാ റോപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ രാവിലെ ഒരു കോംപ്ലിമെൻ്ററി ഹെവി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു സ്വിമ്മിംഗ് പൂൾ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കിഡ്സും എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറയാണ്. എവിടെ പോയാലും എല്ലാവരുമായിട്ടും കമ്പനി അടിച്ചോളൂ അവൻ. അങ്ങനെ ലീവ് ഫോർ ട്രാവലിംഗ് പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.